ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ ഒരു സ്കിൻ കെയർ റൂട്ടീനാണ്. ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതുപോലെ വീഡിയോസ് ഇനി ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. സ്കിൻ കെയറിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഫേസ് വാഷ് ആണ്. ഇവിടെ യൂസ് ചെയ്യുന്നത് ഡോട്ട് ആൻഡ് ഗീയുടെ ജെന്റിൽ ഫേസ് വാഷ് ആണ്. കുറച്ച് നാളായിട്ട് അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. നല്ലതാണ്. ഒരു ജെൽ ടൈപ്പ് കൺസിസ്റ്റൻസി ആണോ ഇത്. ഫേസ് നമുക്ക് നല്ലപോലെ മസാജ് ചെയ്തിട്ട് ഒന്ന് ക്ലീനപ്പ് ആക്കി എടുക്കാം. ഈ സ്കിൻ കെയർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. സ്കിൻ കെയർ ആയാലും ഹെയർ കെയർ ആയാലും ഡെയിലി ചെയ്താൽ നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. പക്ഷെ ഞാൻ മേടിച്ചാൽ 2 ദിവസം നല്ലപോലെ എല്ലാം ചെയ്യും, പിന്നെ അങ്ങോട്ട് മടി പിടിച്ചിട്ട് ഏതെങ്കിലും ഒരു മൂലയെ കൊണ്ടിടും. പിന്നെ ഡേറ്റ് കഴിയാറാകുമ്പോഴാട്ടോ ഇതൊക്കെ എടുക്കുന്നത്. എന്നെ പോലെ ഇതൊക്കെ ചെയ്യാൻ മടിയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണേ. കണ്ടില്ലേ, ഫേസ് ഒക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഈ ഫേസ് വാഷ് ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ടെന്നൊന്ന് പറയണേ. ഒറ്റൊരു വാഷിൽ തന്നെ നല്ലൊരു ഫ്രഷ്നെസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഈ വരണ്ട് കിടക്കുന്ന തറയിൽ നമ്മൾ വെള്ളം കോരി ഒഴിക്കുമ്പോൾ എങ്ങനെയാണോ കിട്ടുന്നത് ആ ഒരു ഫീലാണ് കേട്ടോ എനിക്ക് കിട്ടുന്നത്. എൻ്റെ എക്സ്ട്രീം ഡ്രൈ സ്കിൻ ആണേ. ഫേസിലെ വെള്ളമൊക്കെ നല്ലപോലെ വൈപ്പ് ചെയ്തതിന് ശേഷം സെറം ആണ് ഉപയോഗിക്കുന്നത്. ഞാൻ യൂസ് ചെയ്യുന്നത് ഡെർമാക്കോയുടെ നിയാസിനമൈഡ് ഫേസറാണ്. ഇത് നമ്മുടെ മുഖക്കുരു വന്നിട്ടുള്ള ഫേസിൽ പാടുകൾ വരൂലേ, അതൊക്കെ പോകാനായിട്ട് ബെസ്റ്റ് ആണ് കേട്ടോ. ഒരു 3-4 ഡ്രോപ്പ് മതിയാവും നമ്മുടെ ഫേസിൽ മൊത്തത്തിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട്. നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് മെഡിസിൻസും ഫുഡൊക്കെ കഴിക്കുന്നുണ്ടല്ലേ, അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സ്കിൻ കെയറും ഹെയർ കെയറും ആയാലും. പക്ഷെ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ ടൈപ്പിനെ പറ്റിയത് മേടിച്ച് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഞാൻ ഈ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ. എനിക്കും അറിയാലോ കാര്യം. നമ്മുടെ ഒരു കുഞ്ഞു ചാനലാണ്, അതിലേക്ക് എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതുവരെ തന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. ഇനി ആ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ടേ. സെറം യൂസ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാനുണ്ട് നമ്മുടെ സ്കിന്നിലോട്ടൊന്ന് അബ്സോർബ് ആവാനായിട്ട്. ഇപ്പോൾ ചെറിയൊരു തിളക്കം വന്ന പോലെ തോന്നുന്നുണ്ട്. അടുത്തതായിട്ട് ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ് പറ്റിയിട്ട് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല പ്രോഡക്റ്റ് ആണോ, എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആണ് ഇപ്പോൾ അക്വലോജിക്കയുടെ മോയ്സ്ചറൈസർ. ഏതൊക്കെ സ്കിപ്പ് ചെയ്താലും മോയ്സ്ചറൈസർ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എപ്പോൾ എടുത്താലും ഇങ്ങനെ മണപ്പിച്ചുകൊണ്ടിരിക്കാൻ തോന്നും കേട്ടോ. അത്രയ്ക്ക് സ്മെല്ലാണ്. നല്ല പപ്പായയുടെയും വൈറ്റമിൻ സിയും ചേർന്നിട്ടുള്ളതാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത ഒരു ജെൽ ടൈപ്പാണ്. മാത്രമല്ല നമ്മുടെ ഫേസിൽ ഒഴിക്കുമ്പോൾ നല്ലപോലെ മെൽറ്റായി പോകുന്നുണ്ടേ. മാത്രമല്ല നല്ലൊരു കൂളിംഗ് എഫക്റ്റും കൂടെ കിട്ടുന്നുണ്ട്. നമ്മൾ ഇന്നലെ തണുത്ത സാധനം എടുത്ത് മുഖത്ത് തേക്കൂലേ, ആ ഒരു എഫക്റ്റ് ആണ് കേട്ടോ. ഡോട്ടായിട്ട് ഇട്ടിട്ട് ഫേസിന് മൊത്തത്തിലൊന്ന് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കാം. സ്കിൻ കെയർ ഒക്കെ ഡെയിലി 2 ടൈംസ് ചെയ്താലേ നല്ല റിസൾട്ട് ഉണ്ടാവുള്ളൂ. റിസൾട്ട് എന്ന് ഉദ്ദേശിച്ചത് വെളുത്തിട്ട് പാറുന്നല്ല കേട്ടോ, ഉള്ള സ്കിൻ ടോണിനെ ഹെൽത്തി ആയിട്ട് വെക്കുക എന്നുള്ളതാണ്, ഒട്ടും മോശമാക്കാണ്ട്. ഇത്രയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫേസിന് ഒരു പുതിയ ജീവൻ വന്ന പോലെ തോന്നും കേട്ടോ. ഇതിൻ്റെ കൂടെ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നവരുണ്ട്. വീട്ടിൽ നിൽക്കുമ്പോൾ ഞാനങ്ങനെ സൺസ്ക്രീൻ ഉപയോഗിക്കാറില്ല, വെളിയിറങ്ങുമ്പോൾ മാത്രമേ ഇടുന്നുള്ളൂ. നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞാൽ. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതുപോലുള്ള വീഡിയോസ് ഇനി ഇടുന്നതായിരിക്കും. ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ റൂട്ടീൻ കേട്ടോ ഞാൻ ചെയ്യുന്നത് വീട്ടിൽ. എത്ര മണപ്പിച്ചിട്ടും മോയ്സ്ചറൈസറിൻ്റെ മണം ഒരു രക്ഷയില്ല കേട്ടോ. ബാക്കി വന്നത് ഞാൻ എൻ്റെ കയ്യിലും കുറച്ച് തേച്ചു. ഫേസൊക്കെ ഇപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഈ സ്കിൻ കെയർ ഒക്കെ ഡെയിലി ചെയ്യണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ മടി കാരണം ഒന്നും നടക്കാറില്ല. അപ്പോൾ എൻ്റെ മോയ്സ്ചറൈസർ അടിപൊളിയാണ് കേട്ടോ, എത്ര പറഞ്ഞിട്ടും മതിയാവുന്നില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമ്മൾ നാളെ